സ്വാഗതം. നമ്മളിന്ന് കസ്റ്റംസ് നിയമം 1962ലേക്ക് ഒന്നുകൂടി ആഴത്തിലിറങ്ങി ചെല്ലുകയാണ്. പ്രത്യേകിച്ച് അതിന്റെ 14-ാം അധ്യായത്തിലേക്ക്. ഇത് നിങ്ങൾ ആവശ്യപ്പെട്ട ഒരു വിഷയമാണ്. നമ്മുടെ കയ്യിലുള്ളത് ആ നിയമത്തിന്റെ ഏറ്റവും പുതിയ രൂപം തന്നെയാണ്. അപ്പോൾ ഈ ഇറക്കുമതി, കയറ്റുമതി കാര്യങ്ങളിലൊക്കെ നിയമം തെറ്റിച്ചാൽ എന്താണ് ശരിക്കും സംഭവിക്കുക? കണ്ടുകെട്ടൽ, പിഴകൾ, ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് വ്യക്തമായൊരു ധാരണ നൽകുക. അതാണ് ഇന്നത്തെ നമ്മുടെ ലക്ഷ്യം. തീർച്ചയായും. ഇത് കസ്റ്റംസ് നിയമത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഈ അധ്യായം 14 എന്താണെന്ന് വെച്ചാൽ, നിയമം ലംഘിച്ചാലുള്ള ശിക്ഷാ നടപടികളാണ് ഇതിൽ വരുന്നത്. രാജ്യത്തേക്ക് എന്തു വരുന്നു, എന്തു പോകുന്നു എന്നൊക്കെ നിയന്ത്രിക്കാനും സർക്കാരിന്റെ വരുമാനം ഉറപ്പാക്കാനും ഒക്കെ ഇത് അത്യാവശ്യമാണ്. അപ്പോൾ തെറ്റു ചെയ്താൽ എന്ത് സംഭവിക്കുമെന്ന് ഇതിൽ വ്യക്തമായി പറയുന്നുണ്ട്. ശരി, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഈ നിയമത്തിലെ തുടക്കത്തിൽ തന്നെ കുറച്ച് ഗൗരവമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ, അല്ലേ? വകുപ്പ് 111 ഇറക്കുമതി ചെയ്ത സാധനങ്ങൾ എപ്പോഴൊക്കെ കണ്ടുകെട്ടാം എന്ന് പറയുന്നു. എന്താണതിലെ പ്രധാന കാര്യങ്ങൾ? ഇതിന്റെ ഒരു വ്യാപ്തിയാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അതായത്, ഇത് മനഃപൂർവ്വം ചെയ്യുന്ന കള്ളക്കടത്ത് മാത്രമല്ല പിടികൂടുന്നത്. ചിലപ്പോൾ സംഭവിക്കുന്ന തെറ്റുകൾ, നടപടിക്രമങ്ങളിലെ പിഴവുകൾ പോലും കണ്ടുകെട്ടലിലേക്ക് നയിക്കാം. ഉദാഹരണത്തിന്, ഇപ്പോൾ ശരിയായ കസ്റ്റംസ് പോർട്ടോ എയർപോർട്ടോ അല്ലാതെ വേറെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് സാധനമിറക്കിയാൽ അത് വകുപ്പ് 111A പ്രകാരം കണ്ടുകെട്ടാം. അല്ലെങ്കിൽ അനുമതിയില്ലാത്ത റൂട്ടിലൂടെ കരമാർഗമോ മറ്റോ കൊണ്ടുവന്നാൽ 111B, അതും പ്രശ്നമാണ്. പിന്നെ തീർച്ചയായും ബാഗേജിലോ കാർഗോയിലോ ഒളിപ്പിച്ചു കടത്താൻ നോക്കുന്നത് 111I, അത് പിടിച്ചാൽ കണ്ടുകെട്ടും. അതായത് വലിയ തട്ടിപ്പുകൾ മാത്രമല്ല, നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന പ്രൊസീജറൽ പ്രശ്നങ്ങൾ പോലും. അതെ. പിന്നെ സാധനത്തിന്റെ വില, അളവ് അല്ലെങ്കിൽ അതിന്റെ വിവരണം ഒക്കെ തെറ്റായി കൊടുത്താൽ, അതായത് ഡിക്ലറേഷനിൽ തെറ്റായി കൊടുത്താൽ, അതും കണ്ടുകെട്ടാൻ ഒരു കാരണമാണ്. അതുപോലെ ടാക്സ് ഇളവ് കിട്ടാൻ വേണ്ടി എന്തെങ്കിലും വ്യവസ്ഥകൾ ലംഘിച്ചാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും നിരോധനമുള്ള സാധനം കൊണ്ടുവന്നാൽ അതും ഇതിൽ വരും. പിന്നെ പുതിയതായി വന്ന ചാപ്റ്റർ VA അനുസരിച്ചുള്ള നിയമങ്ങൾ, അതായത് ഈ പ്രിഫറൻഷ്യൽ ട്രീറ്റി പ്രകാരമുള്ള ഡ്യൂട്ടി കുറവ് ക്ലെയിം ചെയ്യുന്നതിലെ ലംഘനങ്ങൾ, അതും കണ്ടുകെട്ടലിലേക്ക് പോകാം. ചുരുക്കി പറഞ്ഞാൽ നിയമം വളരെ സ്ട്രിക്റ്റാണ് ഇക്കാര്യത്തിൽ. ഇത് ഇറക്കുമതിയുടെ കാര്യം. അപ്പോ കയറ്റുമതിയുടെ കാര്യത്തിലും ഇതുപോലെ തന്നെയാണോ? ഏകദേശം സമാനമാണ്. വകുപ്പ് 113 കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങൾ കണ്ടുകെട്ടുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. അവിടെയും നിരോധിച്ച സാധനങ്ങൾ കയറ്റി അയക്കാൻ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ സാധനങ്ങൾ ഒളിപ്പിച്ചുവെച്ചാൽ, അല്ലെങ്കിൽ കയറ്റുമതി ഡോക്യുമെന്റ്സിൽ തെറ്റായ വിവരങ്ങൾ കൊടുത്താൽ, ഇതെല്ലാം കണ്ടുകെട്ടാൻ കാരണമാകും. ഈ ഡ്രോബാക്ക് ക്ലെയിമിന്റെ കാര്യമോ? അതായത് ടാക്സ് തിരികെ കിട്ടാൻ തെറ്റായ ക്ലെയിം കൊടുത്താൽ അതും വരും. വകുപ്പ് 113J അല്ലെങ്കിൽ J അനുസരിച്ച് തെറ്റായ രീതിയിൽ ഡ്രോബാക്ക് ക്ലെയിം ചെയ്താൽ അതും കണ്ടുകെട്ടലിന് കാരണമാകും. കാരണം രാജ്യത്തുനിന്ന് പുറത്തേക്ക് പോകുന്ന ചരക്കുകളും നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോ ഇറക്കുമതി പോലെ തന്നെ കയറ്റുമതിയിലെ നിയമലംഘനവും ഗൗരവമുള്ളതാണ്. അപ്പോ ഈ നിയമലംഘനങ്ങൾക്ക് ആദ്യത്തെ ശിക്ഷ എന്ന് പറയുന്നത് ആ സാധനം തന്നെ നഷ്ടപ്പെടാം, അതായത് കണ്ടുകെട്ടാമെന്നതാണ്. പക്ഷെ ഇതവിടെ തീരുന്നില്ല, അല്ലേ? പിഴകളെക്കുറിച്ചും പറയുന്നുണ്ടല്ലോ, വകുപ്പ് 112, 114 ഒക്കെ. ശരിയാണ്. കണ്ടുകെട്ടുന്നതിനു പുറമേ, അല്ലെങ്കിൽ ചിലപ്പോൾ കണ്ടുകെട്ടുന്നില്ലെങ്കിൽ പോലും പിഴ ചുമത്താം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ വകുപ്പ് 112 ഇറക്കുമതി, 114 കയറ്റുമതി എന്നിവയിൽ പറയുന്ന പിഴ ഒരു പെനാൽറ്റിയാണ്, ഒരു ശിക്ഷ. ഇത് നമ്മൾ പിന്നീട് സംസാരിക്കുന്ന വകുപ്പ് 125 പ്രകാരം കണ്ടുകെട്ടിയ സാധനം തിരികെ കിട്ടാൻ അടയ്ക്കുന്ന ഫൈൻ ആൻഡ് ല്യൂ ഓഫ് കോൺഫിസ്കേഷൻ അല്ല. ആ വ്യത്യാസം പ്രധാനപ്പെട്ടതാണ്. അതെ, രണ്ടും പിഴ എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ടെങ്കിലും നിയമത്തിൽ വ്യത്യാസമുണ്ട്. അപ്പോ ഈ ശിക്ഷയായ പെനാൽറ്റി അതെങ്ങനെയാണ് കണക്കാക്കുന്നത്? നിരോധിച്ച സാധനങ്ങളാണെങ്കിൽ ഭയങ്കര വലിയ തുകയായിരിക്കുമോ? ആവാൻ സാധ്യതയുണ്ട്. നിരോധിത ചരക്കുകളാണെങ്കിൽ 112I, 114I ആ സാധനത്തിന്റെ വിലയുടെ 5 ഇരട്ടി വരെ പിഴ ചുമത്താം. 5 ഇരട്ടിയോ? അമ്പമ്പോ, അത് വലിയ തുകയാണല്ലോ. അതെ, കാരണം നിരോധനം ലംഘിക്കുന്നത് വളരെ ഗൗരവമായിട്ടാണ് കാണുന്നത്. ഇനി ഡ്യൂട്ടി അടയ്ക്കേണ്ടതും എന്നാൽ നിരോധിക്കാത്തതുമായ സാധനങ്ങളുടെ കാര്യത്തിൽ 112(2), 114(2) അവിടെ സാധാരണയായി പിഴ വരുന്നത് വെട്ടിക്കാൻ ശ്രമിച്ച ഡ്യൂട്ടിയുടെ അത്രയും തുകയോ അല്ലെങ്കിൽ പ്രഖ്യാപിച്ച വിലയും യഥാർത്ഥ വിലയും തമ്മിലുള്ള വ്യത്യാസമോ ഒക്കെ ആവാം. ഇനിയിപ്പോ വില കുറച്ച് കാണിച്ചാൽ
അതായത് വാല്യുവേഷൻ തെറ്റായി കൊടുത്താലോ? അവിടെ വകുപ്പ് 112(3) പ്രകാരം ആ വിലയിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ 5000 രൂപ ഇതിലേതാണോ കൂടുതൽ അത് പിഴയായി വരാം. ഇതിന്റെയൊക്കെ ലക്ഷ്യം നിയമലംഘനം തടയുക, സർക്കാരിന് നഷ്ടം വരുന്നത് ഒഴിവാക്കുക എന്നൊക്കെയാണ്. ഈ പിഴയൊക്കെ ഇറക്കുമതി കയറ്റുമതി ചെയ്യുന്ന ആൾക്ക് മാത്രമാണോ വരിക, അതോ ഇതിൽ വേറെ ആരെങ്കിലും ഉൾപ്പെട്ടാൽ അവരും കുടുങ്ങോ? അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. വകുപ്പ് 112(b) അനുസരിച്ച് ഈ പിഴ വരുന്നത് സാധനം കൊണ്ടുവന്നയാൾക്ക് മാത്രമല്ല, ഒരു സാധനം കണ്ടുകെട്ടാൻ സാധ്യതയുണ്ട് എന്നറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കാൻ കാരണമുണ്ടായിട്ടും ആ സാധനം കൈവശം വയ്ക്കുകയോ കൊണ്ടുപോവുകയോ ഒളിപ്പിക്കുകയോ വാങ്ങുകയോ വിൽക്കുകയോ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇടപാട് നടത്തുകയോ ചെയ്യുന്ന ആർക്കും പിഴ ചുമത്താം. ഓഹോ, അതായത് നേരിട്ട് ഇറക്കുമതി ചെയ്തില്ലെങ്കിലും ഇത് പ്രശ്നമുള്ള സാധനമാണെന്ന് അറിഞ്ഞുകൊണ്ട് കൈകാര്യം ചെയ്താൽ പിഴ വരാം. ഇത് നിയമത്തിന്റെ പിടി കുറച്ചുകൂടി മുറുക്കുന്നുണ്ടല്ലോ. കൃത്യമായി. ആ ഒരു ശൃംഖലയിലുള്ള പലരെയും നിയമത്തിന്റെ കീഴിൽ കൊണ്ടുവരാൻ ഇത് സഹായിക്കും. ഇനി മനഃപൂർവ്വം ചെയ്യുന്ന തട്ടിപ്പുകളെ നിയമം കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് കാണുന്നുണ്ടെന്ന് തോന്നുന്നു. ഈ വകുപ്പ് 114A ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ പറയുന്നത്? ഒത്തുകളി, മനഃപൂർവ്വം തെറ്റായ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക, കാര്യങ്ങൾ മറച്ചുവെക്കുക, അങ്ങനെയൊക്കെ ഡ്യൂട്ടി വെട്ടിച്ചാൽ? അതെ അതെ, 114A അത്തരം കാര്യങ്ങൾക്കാണ്. അവിടെ ശിക്ഷ കുറച്ചുകൂടി കടുപ്പമാണ്. വകുപ്പ് 28(8) പ്രകാരം എത്രയാണോ ഡ്യൂട്ടി വെട്ടിച്ചത് അല്ലെങ്കിൽ കുറച്ചടച്ചത്, ആ തുകയും അതിന്റെ പലിശയും ചേർന്നാൽ എത്ര വരുമോ അതിന് തുല്യമായ തുക പിഴയായി അടയ്ക്കണം. അതായത് 100% പെനാൽറ്റി. ഓക്കെ, എന്നാലും അവിടെ ഒരു ചെറിയ ഇളവ് പറയുന്നുണ്ടല്ലോ. ആ ഓർഡർ കിട്ടി 30 ദിവസത്തിനുള്ളിൽ ഈ ഡ്യൂട്ടിയും പലിശയും എല്ലാം അടച്ചാൽ പിഴ 25% കുറയുമെന്ന്. ശരിയാണ്, ഒരു പ്രൊവിസോ ഉണ്ട്. നിയമമനുസരിക്കാൻ ഒരു അവസാന അവസരം പോലെ. പക്ഷെ ഓർക്കണം, ആ 30 ദിവസത്തിനുള്ളിൽ മുഴുവൻ തുകയും, അതായത് ഡ്യൂട്ടിയും പലിശയും അടച്ചാൽ മാത്രമേ ഈ 25% പിഴ എന്ന ഇളവ് കിട്ടൂ. അല്ലെങ്കിൽ പഴയപടി 100% തന്നെ വരും. ശരി, ഇനിയിപ്പോ ഡോക്യുമെന്റ്സിൽ തന്നെ കൃത്രിമം കാണിച്ചാലോ? വകുപ്പ് 114A അതാണോ കൈകാര്യം ചെയ്യുന്നത്? അതെ, കസ്റ്റംസിൽ കൊടുക്കുന്ന ഏതെങ്കിലും ഡോക്യുമെന്റ്, അത് ഡിക്ലറേഷനോ സ്റ്റേറ്റ്മെന്റോ എന്തുമാവാം, അതിൽ തെറ്റായ വിവരം ഉണ്ടെന്നറിഞ്ഞുകൊണ്ട് അത് ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ വേറൊരാളെക്കൊണ്ട് ഉപയോഗിപ്പിച്ചാൽ 114A പ്രകാരം ഭീമമായ പിഴ വരാം. അത് ചിലപ്പോ ആ ഡോക്യുമെന്റ് വെച്ച് നേടാൻ ശ്രമിച്ച നേട്ടത്തിന്റെയോ വെട്ടിക്കാൻ ശ്രമിച്ച ഡ്യൂട്ടിയുടെയോ അല്ലെങ്കിൽ ആ സാധനത്തിന്റെ വിലയുടെയോ 5 ഇരട്ടി വരെ ആകാം. 5 ഇരട്ടിയോ? അതെ, അത്രയും ഗൗരവത്തോടെയാണ് ഡോക്യുമെന്റ് ഫ്രോഡിനെ കാണുന്നത്. ലൈസൻസ്, ഡ്യൂട്ടി ക്രെഡിറ്റ് എന്നൊക്കെ പറയുന്ന മറ്റ് ആനുകൂല്യങ്ങൾ തട്ടിപ്പിലൂടെ നേടിയാലും ഇതുപോലെ പ്രശ്നമുണ്ടോ? ഉണ്ട്. അതിനാണ് വകുപ്പ് 114AB. കസ്റ്റംസ് നിയമപ്രകാരമോ അല്ലെങ്കിൽ ഫോറിൻ ട്രേഡ് ആക്ട് പ്രകാരമോ കിട്ടുന്ന എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്, അത് ലൈസൻസ് ആവാം, സർട്ടിഫിക്കറ്റ് ആവാം, ഈ ഡ്യൂട്ടി ക്രെഡിറ്റ് സ്ക്രിപ്റ്റ് പോലെയുള്ളതാവാം, ഇതൊക്കെ വ്യാജമായി ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഫ്രോഡ് കാണിച്ച് നേടിയെടുക്കുകയോ ചെയ്തിട്ട് അതുപയോഗിച്ച് ഡ്യൂട്ടി വെട്ടിക്കുകയോ മറ്റ് ബെനിഫിറ്റ് നേടുകയോ ചെയ്താൽ ആ ഇൻസ്ട്രുമെന്റിന്റെ വിലയുടെ 5 ഇരട്ടി വരെയോ അല്ലെങ്കിൽ വെട്ടിച്ച ഡ്യൂട്ടിയുടെ 5 ഇരട്ടി വരെയോ പിഴ ചുമത്താൻ 114AB പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സർക്കാർ ആനുകൂല്യങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതിനെതിരെയും ശക്തമായ നടപടിയുണ്ട്. അപ്പോൾ ഈ നിയമലംഘനം നടന്നാൽ സാധനം പോകും, കാശുപോകും. ഇനി ഇത് കൊണ്ടുപോയ വാഹനത്തിനെന്ത് സംഭവിക്കും? കപ്പല്, ലോറി, വിമാനമൊക്കെ അതും പിടിച്ചെടുക്കുവോ? പിടിച്ചെടുക്കാം. വകുപ്പ് 115 അതാണ് പറയുന്നത്. നിയമലംഘനത്തിന് ഉപയോഗിക്കുന്ന വാഹനങ്ങളും കണ്ടുകെട്ടാൻ വ്യവസ്ഥയുണ്ട്. ഉദാഹരണത്തിന്, കള്ളക്കടത്ത് സാധനം ഒളിപ്പിക്കാൻ വേണ്ടി ഒരു വണ്ടിയിൽ എന്തെങ്കിലും പ്രത്യേക അറ ഉണ്ടാക്കുകയോ മാറ്റം വരുത്തുകയോ ചെയ്താൽ 115A ആ വണ്ടി കണ്ടുകെട്ടാം. സാധാരണ വണ്ടി കള്ളക്കടത്തിന് ഉപയോഗിച്ചാലോ? മാറ്റമൊന്നും വരുത്തിയിട്ടില്ലെങ്കിൽ അതും കണ്ടുകെട്ടാം. വകുപ്പ് 115(2) പറയുന്നത് കള്ളക്കടത്തിനായി ഒരു വാഹനം ഉപയോഗിച്ചാൽ അത് കണ്ടുകെട്ടാമെന്നാണ്. അതുപോലെ ഇറക്കുമതി ചെയ്ത സാധനം കസ്റ്റംസ് സ്റ്റേഷനിൽ എത്തിയ ശേഷം ഒരു കാരണമില്ലാതെ വണ്ടിയിൽ നിന്ന് കാണാതായാലും 115E വാഹനം കണ്ടുകെട്ടാം. ഇതിൽ വണ്ടിയുടെ ഉടമയ്ക്ക് എന്തെങ്കിലും രക്ഷപ്പെടാൻ വഴിയുണ്ടോ? ഇപ്പോ ഡ്രൈവർ ഉടമ അറിയാതെ ചെയ്തതാണെങ്കിലോ? വകുപ്പ് 115 അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് വാഹനത്തിന്റെ ഉടമയ്ക്ക് അല്ലെങ്കിൽ അതിന്റെ ചുമതലയുള്ള ആൾക്ക്
തന്റെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് വണ്ടി ഉപയോഗിച്ചതെന്നും അത് തടയാൻ ആവശ്യമായ മുൻകരുതലൊക്കെ എടുത്തിരുന്നു എന്നും തെളിയിക്കാൻ പറ്റിയാൽ ഒരുപക്ഷെ കണ്ടുകെട്ടലിൽ നിന്ന് ഒഴിവായേക്കാം. പക്ഷെ അത് തെളിയിക്കേണ്ട ഭാരം ഉടമയ്ക്കാണ്. ഓ, ഇനിയിപ്പോ ഒരു പെട്ടിയിൽ പല സാധനങ്ങളുണ്ടെന്ന് വെക്കാം. അതിലൊരെണ്ണം കണ്ടുകെട്ടേണ്ടതാണെങ്കിൽ ആ പെട്ടിക്കും അതിലെ ബാക്കി സാധനങ്ങൾക്കും എന്ത് സംഭവിക്കും? അവിടെ വകുപ്പ് 118 വരും. ഒരു പാക്കേജിനുള്ളിലെ ഏതെങ്കിലും ഒരു സാധനം കണ്ടുകെട്ടാൻ ബാധ്യതയുണ്ടെങ്കിൽ ആ പാക്കേജും അതിലെ മറ്റു സാധനങ്ങളും കണ്ടുകെട്ടാം. ഓ, എല്ലാം ഒന്നിച്ചങ്ങ് പോവും. അതെ. അതുപോലെ വകുപ്പ് 119 പറയുന്നത് കള്ളക്കടത്ത് സാധനം ഒളിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മറ്റു സാധനങ്ങളും കണ്ടുകെട്ടാമെന്നാണ്. ഇപ്പോ നേരത്തെ പറഞ്ഞുപോലെ കളിപ്പാട്ടത്തിനുള്ളിൽ സ്വർണം ഒളിപ്പിച്ചാൽ സ്വർണം മാത്രമല്ല ആ കളിപ്പാട്ടവും കണ്ടുകെട്ടാം. ശരി, അപ്പോ സാധനം പിടിച്ചു, ചിലപ്പോൾ വണ്ടിയും പിടിച്ചു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ആരാണ് ഈ കണ്ടുകെട്ടണോ പിഴ ചുമത്തിയാൽ മതിയോ എന്നൊക്കെ തീരുമാനിക്കുക? അതാണ് അഡ്ജുഡിക്കേഷൻ അല്ലെങ്കിൽ തീർപ്പ് കൽപ്പിക്കൽ എന്ന് പറയുന്നത്. വകുപ്പ് 122 അനുസരിച്ച് കണ്ടുകെട്ടുന്ന സാധനത്തിന്റെ വില അല്ലെങ്കിൽ ചുമത്തുന്ന പിഴയുടെ തുക ഇതൊക്കെ അനുസരിച്ച് പല റാങ്കിലുള്ള കസ്റ്റംസ് ഓഫീസർമാർക്കായിരിക്കും ഈ അധികാരം. സാധാരണ പ്രിൻസിപ്പൽ കമ്മീഷണർ, കമ്മീഷണർ, ജോയിന്റ് കമ്മീഷണർ അല്ലെങ്കിൽ ബോർഡ് പറയുന്ന മറ്റ് ഓഫീസർമാർക്കൊക്കെ ഈ അധികാരമുണ്ട്. വെറുതെ അങ്ങ് തീരുമാനിക്കാൻ പറ്റുമോ? ഒരു നോട്ടീസ് കൊടുക്കുക, മറുപടി കേൾക്കുക, അങ്ങനത്തെ കാര്യങ്ങളില്ലേ? തീർച്ചയായും. അതാണ് വകുപ്പ് 124. വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പാണത്. ഒരു സാധനം കണ്ടുകെട്ടുന്നതിനു മുൻപോ അല്ലെങ്കിൽ ഒരാൾക്ക് മേൽ പെനാൽറ്റി ചുമത്തുന്നതിനു മുൻപോ അയാൾക്കൊരു കാരണം കാണിക്കൽ നോട്ടീസ്, ഷോ കോസ് നോട്ടീസ് കൊടുക്കണം, നിർബന്ധമാണ്. എന്ത് കാരണം കൊണ്ടാണോ നടപടിയെടുക്കുന്നത് എന്ന് അതിൽ പറയണം. അയാൾക്ക് മറുപടി പറയാനും വേണമെങ്കിൽ നേരിട്ട് ഹാജരായി വാദം കേൾപ്പിക്കാനും അവസരം കൊടുക്കണം. ഓക്കേ, അത് ന്യായമാണ്. അതെ, ഇത് നാച്ചുറൽ ജസ്റ്റിസിന്റെ ഭാഗമാണ്. ഒരു പ്രധാനപ്പെട്ട സേഫ് ഗാർഡാണ്. ഈ കേസ് നടക്കുമ്പോൾ ഇത് കള്ളക്കടത്താണ് അല്ലെങ്കിൽ നിയമലംഘനമാണെന്ന് തെളിയിക്കേണ്ടത് എപ്പോഴും കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റ് അല്ലേ? സാധാരണഗതിയിൽ അതെ. എന്നാൽ ഇവിടെ ഒരു ട്വിസ്റ്റുണ്ട്. വകുപ്പ് 123. ചില പ്രത്യേക സാധനങ്ങളുടെ കാര്യത്തിൽ സ്വർണം, വാച്ച്, സിഗരറ്റ്, ഡയമണ്ട്സ് അങ്ങനെ നോട്ടിഫൈ ചെയ്ത കുറച്ച് സാധനങ്ങൾ അവിടെ തെളിയിക്കേണ്ട ഭാരം, ബർഡൻ ഓഫ് പ്രൂഫ്, നേരെ തിരിച്ചാണ്. അതെങ്ങനെ? അതായത് അത്തരം സാധനങ്ങൾ ഒരാളുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്താൽ അത് നിയമപരമായി വന്നതാണെന്നും കള്ളക്കടത്തല്ലെന്നും തെളിയിക്കേണ്ടത് ആ വ്യക്തിയാണ്. കസ്റ്റംസ് അത് കള്ളക്കടത്താണെന്ന് തെളിയിക്കേണ്ട കാര്യമില്ല. ഇത് കള്ളക്കടത്ത് തടയാൻ വളരെ എഫക്റ്റീവായ ഒരു ടൂളാണ്. കൊള്ളാം. അപ്പോ കണ്ടുകെട്ടാൻ തീരുമാനമായി എന്ന് വെക്കുക. ആ സാധനം മൊത്തത്തിൽ നഷ്ടപ്പെടാതിരിക്കാൻ എന്തെങ്കിലും ഓപ്ഷനുണ്ടോ? നേരത്തെ പറഞ്ഞ ആ രണ്ടാമത്തെ പിഴ ഇവിടെയാണോ വരുന്നത്? അതെ അതെ, അതാണ് വകുപ്പ് 125. കണ്ടുകെട്ടലിന് പകരം പിഴയടയ്ക്കാനുള്ള ഓപ്ഷൻ. ഇതനുസരിച്ച് കണ്ടുകെട്ടാൻ ഉത്തരവിടുന്ന ഓഫീസർക്ക് ചില കേസുകളിൽ ഉടമയ്ക്കൊരു ഓപ്ഷൻ കൊടുക്കാം. അതായത് സാധനം പൂർണ്ണമായി സർക്കാരിലേക്ക് പോകുന്നതിന് പകരം ഒരു തുക ഫൈനായി അടച്ചാൽ അത് തിരികെ എടുക്കാം. ഈ ഓപ്ഷൻ എപ്പോഴും കിട്ടുമോ? അതായത് നോൺ പ്രൊഹിബിറ്റഡ് ഗുഡ്സ് ആണെങ്കിൽ ഈ ഓപ്ഷൻ കൊടുക്കണമെന്നാണ് നിയമം. എന്നാൽ നിരോധിക്കപ്പെട്ട സാധനങ്ങൾ, പ്രൊഹിബിറ്റഡ് ഗുഡ്സ് ആണെങ്കിൽ ഈ ഓപ്ഷൻ കൊടുക്കണോ വേണ്ടയോ എന്നത് ഓഫീസറുടെ വിവേചനാധികാരമാണ്. ഈ ഫൈനിന്റെ തുക ആ സാധനത്തിന്റെ മാർക്കറ്റ് വിലയിൽ നിന്ന് ഡ്യൂട്ടിയും മറ്റ് ടാക്സും കുറച്ചുള്ള തുകയേക്കാൾ കൂടാനും പാടില്ല. ഓക്കേ. പക്ഷേ ഓർക്കണം, ഈ ഫൈൻ അടച്ചാലും നേരത്തെ പറഞ്ഞ പെനാൽറ്റി വകുപ്പ് 112, 114 വേറെ ചുമത്തിയിട്ടുണ്ടെങ്കിൽ അതും അടയ്ക്കണം. ഓക്കേ, മനസ്സിലായി. ഇനിയിപ്പോ ഫൈൻ അടച്ചെടുത്തില്ല, അല്ലെങ്കിൽ കണ്ടുകെട്ടാൻ തന്നെ തീരുമാനിച്ചു, അപ്പോൾ ആ സാധനങ്ങൾ എന്തു ചെയ്യും? വകുപ്പ് 126 പറയുന്നു, അങ്ങനെ കണ്ടുകെട്ടുന്ന എല്ലാ വസ്തുക്കളും കേന്ദ്ര സർക്കാരിന്റെ സ്വത്തായി മാറും. ഷാൽ വെസ്റ്റ് ഇൻ ദ സെൻട്രൽ ഗവൺമെന്റ്. ഉടമസ്ഥാവകാശം സർക്കാരിലേക്ക് പോകും. ഈ കണ്ടുകെട്ടലും പിഴയുമൊക്കെ കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റ് എടുക്കുന്ന നടപടികളാണല്ലോ. ഇത് കഴിഞ്ഞാൽ പിന്നെ ആൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ലേ? കേസ് അവിടെ തീരുമോ? ഇല്ല. അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വകുപ്പ് 127 അതാണ് വ്യക്തമാക്കുന്നത്. ഈ അധ്യായം 14 പ്രകാരം ഒരു കസ്റ്റംസ് ഓഫീസർ കണ്ടുകെട്ടലോ പിഴയോ ചുമത്തിയാലും അത് അതേ കുറ്റത്തിന് മറ്റ് നിയമങ്ങൾ പ്രകാരമുള്ള ശിക്ഷാ നടപടികൾക്കോ അല്ലെങ്കിൽ കസ്റ്റംസ് നിയമത്തിൽ തന്നെയുള്ള ക്രിമിനൽ നടപടികൾക്കോ പ്രോസിക്യൂഷൻ അധ്യായം 16 ഒരു തടസ്സമല്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, ഒരാൾ കള്ളക്കടത്ത് നടത്തിയാൽ അയാൾക്ക് സാധനം കണ്ടുകിട്ടും,
അയാൾക്ക് പെനാൽറ്റി കിട്ടും, അതോടൊപ്പം തന്നെ കോടതിയിലെ വേറെ കേസും വരാം. ജയിൽ ശിക്ഷ വരെ കിട്ടാവുന്ന കുറ്റമായി. അതെ, തീർച്ചയായും. നിയമലംഘനത്തിന്റെ ഗൗരവമനുസരിച്ച് ഈ അഡ്മിനിസ്ട്രേറ്റീവ് നടപടികൾക്ക് പുറമേ ക്രിമിനൽ കേസ് ചാർജ് ചെയ്യാം. കോടതിയിലെ വിചാരണ നടക്കും. കുറ്റം തെളിഞ്ഞാൽ ജയിൽ ശിക്ഷയോ മറ്റ് ശിക്ഷകളോ ലഭിക്കാം. രണ്ടും ഒരുമിച്ച് പോകാം. ഒന്നും മറ്റൊന്നിനെ തടയില്ല. അപ്പം നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിൽ നിന്ന് എന്താണ് പ്രധാനമായിട്ട് ഓർക്കേണ്ടത്? കസ്റ്റംസ് നിയമം, പ്രത്യേകിച്ച് ഈ അധ്യായം 14, ഒട്ടും നിസ്സാരമായി കാണേണ്ട ഒന്നല്ല. ഒരു നിയമലംഘനം അത് ചിലപ്പോൾ മനഃപൂർവ്വമാവാം, അല്ലെങ്കിൽ ശ്രദ്ധ കുറവുകൊണ്ടാവാം, അല്ലെങ്കിൽ ഈ നടപടിക്രമങ്ങൾ അറിയാത്തതുകൊണ്ടാവാം. എന്തു തന്നെയായാലും അതിൻ്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും. സാധനം പോകും, വണ്ടി പോകും, വലിയ പിഴ വരും, എന്തിന് ക്രിമിനൽ കേസ് വരെയാകാം. അപ്പോൾ നിയമം കൃത്യമായി പാലിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ശരിയാണ്. രാജ്യത്തിന്റെ അതിർത്തിയും വരുമാനവും സംരക്ഷിക്കാനുള്ള സർക്കാരിന്റെ അധികാരമാണ് ഈ നിയമങ്ങളിൽ കാണുന്നത്. ഇത് വെറും ഒരു തെറ്റായ ഡിക്ലറേഷൻ കൊടുക്കുന്നത് മുതൽ വലിയ തോതിലുള്ള ഓർഗനൈസ്ഡ് സ്മഗ്ലിംഗ് വരെ പല തലത്തിലുള്ള കുറ്റങ്ങളെയും അതിനുള്ള ശിക്ഷകളെയും പറ്റി പറയുന്നു. ഈ അന്താരാഷ്ട്ര വ്യാപാരം എത്ര സങ്കീർണമാണെന്നും അതുകൊണ്ടുതന്നെ എത്ര ശക്തമായ നിയമങ്ങൾ വേണമെന്നും ഇത് കാണിക്കുന്നുണ്ട്. അപ്പോ കസ്റ്റംസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നിങ്ങളെല്ലാവരും ഓർക്കേണ്ട ഒരു പ്രധാന കാര്യം, ഈ പിഴയും കണ്ടുകെട്ടലുമൊക്കെ കഴിഞ്ഞാലും കാര്യങ്ങൾ അവിടെ തീരണമെന്നില്ല എന്നതാണ്. വകുപ്പ് 127 ഓർമ്മിപ്പിക്കുന്നത് പോലെ ക്രിമിനൽ നടപടികൾക്ക് സാധ്യതയുണ്ട്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യം, ഈ അറിവ് അല്ലെങ്കിൽ വിശ്വസിക്കാൻ കാരണമെന്നൊക്കെ പറയുന്നത്. അതായത് വകുപ്പ് 112B പ്രകാരം ഒരാൾക്കൊരു സാധനം കണ്ടുകെട്ടാൻ ബാധ്യതയുണ്ടെന്നറിയാമായിരുന്നോ അല്ലെങ്കിൽ വിശ്വസിക്കാൻ കാരണമുണ്ടായിരുന്നോ എന്ന് എങ്ങനെയാണ് തീരുമാനിക്കുക? അതൊരു പ്രായോഗികമായ ചോദ്യമാണ്. അതെ, അത് നിയമ നടപടികളിൽ എങ്ങനെയാണ് തെളിയിക്കപ്പെടുക? ഒരുപക്ഷെ അടുത്ത തവണ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. തീർച്ചയായും, അതും ഒരു പ്രധാന വിഷയമാണ്.